ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസും BJPയും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ചെയ്തിട്ടുള്ളത് LDF മാത്രമാണ് എന്നൊരു പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊന്നും അല്ല വില കൊടുക്കുന്നത്. എങ്ങനെയും അധികാരം നിലനിർത്തുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു നീക്കം സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, ബുദ്ധിയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അന്നത്തെ അയ്യപ്പ സംഗമം പൂർണ്ണമായും പരാജയമെന്ന് പറയേണ്ടി വരുന്നത്. ഈഴവ വോട്ടുകൾ എങ്ങനെ CPM-ലേക്ക് കൊണ്ടുവരാം, അതിന്റെ ഒരു അജണ്ടയാണ് വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തുന്നത് എന്ന്. അവർക്കൊരു ഭരണഘടനയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ആളിന് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ഒരു മത നേതാവും അല്ല ഇവിടെ വോട്ട് ബാങ്കുകൾ തീരുമാനിക്കുന്നത്. അവൻ ഈഴവനാണ്, അവൻ പുലയനാണ്, കുറവനാണ് അങ്ങനെ പറഞ്ഞ് വേർതിരിച്ച്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ് അങ്ങനെ പറഞ്ഞ് ജാതീയപരമായിട്ട് CPM-ന്റെ ഐഡിയോളജി എന്താണ് അതുപോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കാലങ്ങളിലെ അവർ തള്ളിക്കളഞ്ഞ കാര്യങ്ങളല്ലേ. NSS-നെ അനുനയിപ്പിച്ച് ചേർത്ത് നിർത്താൻ, കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്താനുള്ള പുതിയ ഉത്തരവാദിത്വമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് KC വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയമായി വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ പുതിയൊരു നീക്കം NSS-നെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളത് അടുത്തൊരു ഇലക്ഷന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ കാണാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സുകുമാരൻ നായർ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസും BJPയും ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ചെയ്തിട്ടുള്ളത് LDF മാത്രമാണ് എന്നൊരു പ്രസ്താവന സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അത് എല്ലായിടങ്ങളിലും വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലാണ്. അത് ജനങ്ങളുടെ ഇടയിലല്ല, ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കറിയാം, എത്ര മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് പുതിയ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമം നടത്തിയപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ചെയ്തത്? എല്ലാ ജാതിയിലുള്ള ആളുകളെയും അല്ലെങ്കിൽ എല്ലാ മതത്തിന്റെ നേതാക്കന്മാരെയും അവിടേക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു ഒരു പരിപാടി നടത്തിയത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നമുക്കറിയാം, ജാതിയില്ല, മതമില്ല, ഇതിനെതിരെ പോരാടുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ എല്ലാ ജാതിയിലെയും എല്ലാ മതത്തിലെയും നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതാ പുതിയൊരു രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ പാടേ മറന്നുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. കേരളത്തിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊന്നും അല്ല വില കൊടുക്കുന്നത്. എങ്ങനെയും അധികാരം നിലനിർത്തുക, അതിന് എന്ത് വില കൊടുത്തും, അതിന് ജാതീയപരമായിട്ട് വർഗീയത ഉണ്ടാക്കണം, അല്ലെങ്കിൽ മതപരമായിട്ട് വർഗീയത ഉണ്ടാക്കണം, എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു നീക്കം സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, ബുദ്ധിയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അന്നത്തെ അയ്യപ്പ സംഗമം പൂർണ്ണമായും പരാജയമെന്ന് പറയേണ്ടി വരുന്നത്. അല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇത് പണ്ടേ അറിയാവുന്നേ. അപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയൻ രണ്ടാമതും ഭരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള സംഘടനാ സംവിധാനങ്ങളുടെ പാളിച്ച തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ നേതാവിലേക്ക് ആ പാർട്ടി ഒതുങ്ങിപ്പോയെങ്കിലും അവിടെ അവർ എന്താണ്, പഴയ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും ഇപ്പൊ കൊടുക്കാറില്ല. അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കോർപ്പറേറ്റ് തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കോർപ്പറേറ്റിന് വേണ്ടി തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്ന് ഭയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പം കോൺഗ്രസ് വിചാരിച്ചു അവിടെ പാളിപ്പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാളിപ്പോയി, ആരും വന്നില്ല. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് പ്രചരിപ്പിക്കാം. പക്ഷേ ഈ മത നേതാക്കന്മാർ ഇവരുടെ കൂടെ ചേരുമ്പോൾ, അത് ആരുടെ കൂടെ ചേരുമ്പോൾ എന്നാണ് വിഷയം വരുന്നത്. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാല്, വെള്ളാപ്പള്ളിയെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും വെള്ളാപ്പള്ളിയുണ്ട്. അതെ, അതെന്താണ് അവിടെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണുന്നത്? അതായത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ മാത്രം, സാധാരണപ്പെട്ട ജനങ്ങളല്ല. രാഷ്ട്രീയം നോക്കുന്നതും രാഷ്ട്രീയം നോക്കിക്കാണുന്നതും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ അവിടെ കാണുന്നത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മത നേതാവിനെയാണ്. അപ്പം ഈഴവ വോട്ടുകൾ എങ്ങനെ CPM-ലേക്ക് കൊണ്ടുവരാം, അതിന്റെ ഒരു അജണ്ടയാണ് വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തുന്നത് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ അതിനെ കാണുന്നത്. എത്ര ജാതിയില്ല, എത്ര മതമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനും ഇതെല്ലാം ഈ കണ്ണോടെ തന്നെയായിരിക്കും കാണുന്നത്. അത് കാലാകാലങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നൊരു പ്രസ്താവന പറയുമ്പോൾ അവിടെ അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല അവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല
പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പോലും രമേശ് ചെന്നിത്തലയെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല NSSന്റെ ഒരു പിൻഗാമിയാണ്, അല്ലെങ്കിൽ NSSന്റെ ഒരു ആള് മാത്രമായി മാറ്റി നിർത്തപ്പെട്ടു. അതായത് കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവാണ് രമേശ് ചെന്നിത്തല. അവസാനം മുദ്രകുത്തിയത് എങ്ങനെയാണ്? NSSന്റെ ഒരാൾ. ആ രീതിയിലേക്ക് മുദ്രകുത്തിയപ്പോഴാണ് അദ്ദേഹത്തിനെ ജനങ്ങൾ പിന്തള്ളാൻ തുടങ്ങിയത്. അത് വലിയൊരു വിഷയമാണ്. രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ ഒരു മതനേതാവായിട്ട് മുദ്രകുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കൊള്ളുന്ന ഒരു നേതാവിനെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ നേതാവായിട്ട് അയാളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വഴിത്തിരിവുകൾക്ക് സംഭവം ഉണ്ടാകും. കാരണം പക്ഷേ ഇപ്പോ രമേശ് ചെന്നിത്തലയെ NSSന്റെ നേതാവെ മുദ്ര കുത്തപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നു. അതേസമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു പാർട്ടി നേരത്തെ യുക്തിവാദിയായി കാണപ്പെട്ടിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ മതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് തന്നെയല്ലേ അവരുടെ ഒരു ഇഷ്ടത്തിന് ഇപ്പോൾ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്? ഒരിക്കലും അല്ലെന്നേ. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ മത നേതാക്കന്മാരല്ല വോട്ട് ബാങ്കുകൾ, ഇവിടുത്തെ ജാതി നേതാക്കന്മാരല്ല വോട്ട് ബാങ്കുകൾ. ജാതിയും മതത്തിനും അപ്പുറത്തേക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനത്തില് എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് അവർ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ഭരണഘടനയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളിന് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ഒരു മത നേതാവും അല്ല ഇവിടെ വോട്ട് ബാങ്കുകൾ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില മത നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾക്ക് വോട്ട് കൊടുക്കും. ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ഇപ്പൊ നമ്മൾ ഞാനൊരു ആരുടെയോ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്, എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വർഗീയത. നമ്മൾ പുറത്തോട്ടിരുന്ന് നോക്കിയിട്ട് പറയും അപ്പുറത്തുള്ളവർക്കാണ് വർഗീയത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർഗീയ ചിന്തകൾ വർഗീയ കലാപങ്ങൾ നടക്കുന്നത് അങ്ങ് ഗുജറാത്തിൽ അവിടെ ഇവിടേക്കാണെന്ന് പറയും. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ, പുറത്ത് കാണിക്കത്തില്ല, മനസ്സിൽ ഏറ്റവും കൂടുതൽ വർഗീയത കൊണ്ടു നടക്കുന്ന ആളുകൾ കേരളത്തിലുള്ള ആളുകളാണ്. അവൻ ഈഴവനാണ്, അവൻ പുലയനാണ്, കുറവനാണ്, അങ്ങനെ പറഞ്ഞ് വേർതിരിച്ച്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, അങ്ങനെ പറഞ്ഞ് ജാതീയപരമായിട്ടും മതപരമായിട്ടും വേർതിരിച്ച് ആളുകളെ മനസ്സിൽ കാണുന്ന, അല്ലെങ്കിൽ മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അവരെ നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അവരുടെ പുറത്ത് കാണുമ്പോൾ അവരെല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ മനസ്സിനകത്ത് ഈ ഒരു സാധനം കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും. രാഷ്ട്രീയത്തിൽ നോക്കുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജിയല്ലേ ഇന്ന് CPM ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇത്രയും മതവിദ്വേഷം പുറമേയില്ലെങ്കിലും ഉള്ളിൽ ഈ ഒരു മതവിദ്വേഷം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയല്ലേ ഇപ്പോൾ CPM ഓരോ നീക്കങ്ങളും നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. CPM അതെല്ലാം കൃത്യമായി കണ്ടുകൊണ്ട്, CPMന് കേരളത്തിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ 2ാം തവണയും കേരളത്തിൽ അധികാരം പിടിച്ചത്. ഇനി 3ാം തവണയും അധികാരത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ അധികാരം പിടിക്കാൻ പറ്റൂ. അധികാരമാണല്ലേ എല്ലാത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. അധികാരത്തിന് വേണ്ടി അവരുടെ ഒരു ഐഡിയോളജി പോലും, അല്ലെങ്കിൽ CPMന്റെ ഐഡിയോളജി എന്താണ് അതുപോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അത് കഴിഞ്ഞ കാലങ്ങളിലെ അവർ തള്ളിക്കളഞ്ഞ കാര്യങ്ങളല്ലേ. അവരുടെ മൂല്യബോധങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളെ അവർ തള്ളിക്കളഞ്ഞതാണ്. വലിയ വലിയ കോർപ്പറേറ്റുമായിട്ട് ബിസിനസ് നടത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതി നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്താണ്? അഴിമതി നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ജനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്താണ്? ഒന്നുമില്ല. ഓരോ പദ്ധതികൾ കൊണ്ടുവരും. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന പദ്ധതികളായിരിക്കും. അതിനെ ബ്രാൻഡ് ചെയ്ത് കേരള സർക്കാരിന്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് കേരള സർക്കാർ ഇനിഷ്യേറ്റീവ് ചെയ്തൊരു പദ്ധതി എന്താണ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇന്നും ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കല്ലേ? ഇന്നും എന്തുകൊണ്ടാണ് LDF സർക്കാരിനെയും പിണറായി വിജയനെ ആളുകൾ ചീത്ത വിളിക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ പരസ്യമായിട്ട് റോഡിലിറങ്ങി പിണറായി വിജയനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം. ഇപ്പം സുകുമാരൻ നായർ എന്ന കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമദൂരം ബഹുദൂരം എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ടായിരുന്നു പൊക്കൊണ്ടിരുന്നത്. അപ്പൊ കോൺഗ്രസിനോട് ചേർന്ന് തന്നെയായിരുന്നു NSS പൊക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ്? ഇപ്പൊ NSS CPMനോട് അടുക്കുന്നു എന്നൊരു തോന്നൽ കോൺഗ്രസിന് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരാൾ വേണം എന്നൊരു തോന്നലില് രമേശ് ചെന്നിത്തല ഇറക്കുന്നത്. പക്ഷെ അവിടെ ഒരു ജാതീയമായിട്ട് രമേശ് ചെന്നിത്തല മുദ്ര കുത്തി കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. അതെ.